Our TV 24/7 presents Paadam Namukku Paadam in association with Dance and Beats. Title sponsor Sorghum Group of Companies. Main sponsor My Gold Wallet powered by Arakil Gold and Diamonds. പാടാം നമുക്ക് പാടാമല്ലേ. ഫസ്റ്റ് പെർഫോമർ ആണ് ശ്രീറാം. ദേവകന്യക സൂര്യതമ്പുരു നീട്ടുന്നു. ഹായ്, ഞാൻ ശ്രീറാം അരുൺ. ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിൽ 8th ഗ്രേഡിൽ പഠിക്കുന്നു. എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാനും ഇഷ്ടമാണ്. ഞാൻ പാട്ടിൻ്റെ ഒപ്പം തന്നെ കീബോർഡും മൃദംഗവും പഠിക്കുന്നുണ്ട്. എനിക്ക് വലുതാവുമ്പോൾ പ്രൊഫഷണൽ സിംഗർ ആവാനും ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡോക്ടർ, സർജൻ ആവാനാണ് എൻ്റെ ആംബിഷൻ. ഞാൻ നാട്ടിൽ മാളയ്ക്കടുത്ത് അഷ്ടമിച്ചിറയിലാണ് എൻ്റെ വീട്. അവിടെ അച്ഛമ്മയുണ്ട്, പിന്നെ അമ്മയുടെ വീട്ടിൽ അമ്മാമ്മയും അച്ചാച്ചനും ഉണ്ട്. പിന്നെ നാട്ടിൽ അവിടെ അമ്മയുടെ വീട് ആനന്ദപുരത്താണ്, നല്ല വീട്. പാട്ട് പഠിക്കുന്നത് നാട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്തു നിന്നും നൗഷാദ് എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ അടുത്തു നിന്നാണ്. ഇതെൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ അനിയൻ. എനിക്ക് ഗായകരിൽ എല്ലാവരും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആരാധന ഉള്ളത് ജയചന്ദ്രൻ സാറിനോടാണ്. ചെറിയ പ്രായത്തിൽ തുടങ്ങി ശ്രീരാമൻ സംഗീത വാസന കാണിച്ചിരുന്നു. അങ്ങനെ നമ്മൾ അവനെ ചെറിയ 4 വയസ്സ് മുതൽ തന്നെ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ദുബായിൽ വരുന്ന അന്ന് തുടങ്ങിയിട്ടുള്ള പരിപാടികൾ, ഒരു ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു വേദിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ തുടർന്നുള്ള ലെവലുകളിലേക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും വേണം. അതെല്ലാവരും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അവർ ടിവിയുടെ പാടാം നമുക്ക് പാടാം എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ സെലക്ട് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ശ്രീറാം, വെൽക്കം ടു ദ സ്റ്റേജ്. ശ്രീറാം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ജഡ്ജസ്, നമ്മുടെ ശ്രീറാമാണ് അടുത്ത പെർഫോമറായിട്ട് വരുന്നത്. ലക്ഷ്മി മാം. ഹായ് ശ്രീറാം. ഹായ് മാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ശരിക്കും കേരളത്തിലെത്തിയൊരു ഫീല് ശ്രീറാമിനെ കണ്ടപ്പോൾ. ഓക്കെ, ഏത് പാട്ടാ മോനെ പാടുന്നേ? തമ്പുരു കുളിർച്ചൂടി. തമ്പുരു, നല്ല പാട്ടാ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പാടുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഹായ് ശ്രീറാം. ഹായ് സർ. വെൽക്കം ടു പാടാം നമുക്ക് പാടാം. താങ്ക് യു സർ. സെലക്ഷൻ കിട്ടിയിട്ട് ആദ്യത്തെ സോങ് അല്ലേ പാടുന്നത്? അതെ. ഓക്കെ, ഏത് സോങ്ങാണ് പാടുന്നത്? തമ്പുരു കുളിർച്ചൂടിയോ. ഓക്കെ, നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ സോങ്? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ദാസേട്ടൻ പാടിയ തമ്പൂരു അല്ലേ, ദാസേട്ടൻ്റെ ആ ശബ്ദം, ഇപ്പോൾ തന്നെ കയ്യൊക്കെ കോരിത്തിരിക്കുന്ന എന്തായാലും ആ പാട്ട് സെലക്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് പാടാൻ ശ്രമിക്കൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ, തമ്പുരു കുളിർച്ചോടിയോ തളിരങ്കുലി തൊടുമ്പോൾ, താമര തൻ തണ്ടുപോൽ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖി തമ്പുരു കുളിർച്ചോടിയോ തളിരങ്കുലി തൊടുമ്പോൾ, ചന്ദന സുഗന്ധ
ജമന്തികൾ വിടർന്നുവോ മന്ദിരാങ്കണത്തിൽ നിന്റെ മഞ്ജു ഗീതം കേൾക്കവേ കാട്ടുമൂളം തണ്ടിലോതും കാറ്റുപോലണഞ്ഞ നിൻ പാട്ടിലേഴുമാസുരങ്ങളേറ്റു പാടി നിന്നു ഞാൻ പുത്തു നീളേ താഴ്വാരം പുത്തു നീലാകാശം തമ്പൊരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ പെറ്റൊരുണ്ണിയ തേന്മാവിലാടും വേളയിൽ പൂരോർമ്മ മാത്രമായി താരാട്ടും തെന്നൽ തേങ്ങിയോ തൈക്കോളീരിൽ പൂവിരിഞ്ഞു പൊങ്കലും പൊന്നോണവും കൈക്കൂടന്ന നീട്ടി നിന്റെ ഗാന തീർത്ഥമൊന്നിനായി കണ്ണീർ പാടം നീന്തുമ്പോൾ വന്നീല നീ കൂടെ തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ താമരതൻ തണ്ടുപോൽ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഹിതമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ. ശ്രീറാം, പാട്ട് പാടിയപ്പോൾ എന്ത് തോന്നി? കുഴപ്പമില്ലാണ്ട് പാടി അല്ലേ? ലാലേട്ടൻ്റെ സൂര്യഗായത്രി അല്ലേ? ആ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ എന്താ പറയണേ, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് വേറൊരു ലോകത്തേക്ക് പോകുന്നൊരു ഫീലാണ് ആ പാട്ട്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ആ സിനിമ ഇഷ്ടമായോ? ഇഷ്ടമായി. ആരെയാ കൂടുതൽ ഇഷ്ടം? നടന്മാരിൽ ആരെയാ ഇഷ്ടം? ലാലേട്ടൻ ഫാനാണോ? ആണോ? അപ്പൊ ലാലേട്ടനോട് ഹായ് കൊടുത്തേ. ഹായ് ലാലേട്ടാ. പാടാൻ വരുന്ന പിള്ളേരെല്ലാം ലാലേട്ടൻ ഫാനാണ്. നമ്മുടെ ശ്രീറാമിന്റെ പാട്ട് കേട്ടു. പാട്ടിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഷിജു സർ. ഹായ് ശ്രീറാം. ഹായ് സർ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട് പാടിയത്? എന്താ അഭിപ്രായം ശ്രീറാമിൻ്റെ? കുഴപ്പമില്ലാണ്ട് പാടിയെന്ന് തോന്നി. കുഴപ്പമില്ല അല്ലേ? ഞങ്ങൾക്കും ഏകദേശം അങ്ങനെ തോന്നിയിട്ടോ. പിന്നെ സൂര്യഗായത്രി എന്ന മൂവിയിൽ അല്ലേ ഈ സോങ്? ശ്രീറാം ഇതിനു മുന്നേ ഈ പാട്ട് എവിടെയും പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. ആ അതൊരു എക്സ്പീരിയൻസ് നമുക്ക് പാട്ടിലൂടെ അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും ശ്രീറാം. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോനെ ശ്രീറാം, എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? നന്നായി, കുഴപ്പമില്ലാണ്ട് പാടി. നന്നായിട്ട് പാടി കേട്ടോ. ശ്രീറാം പാടുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യുന്ന പോലെ തോന്നി. നന്നായിട്ട് പാടി. അതുപോലെ ശ്രീറാമിൻ്റെ സൗണ്ട് നല്ല ശബ്ദമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു സൗണ്ട് കുറച്ചൊന്ന് ചേഞ്ച് ആവുന്നുണ്ടല്ലേ? അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ശ്രീറാമിന് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് ഭംഗിയായിട്ട് പാടി കേട്ടോ മോനെ. കമൻസൊക്കെ കേട്ടില്ല എല്ലാവരും? എനിക്ക് തോന്നിയത് വോയിസൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൽ ഈ പാട്ടിൽ ഏറ്റവും ബേസ് ഉള്ള ഭാഗം ഏതാണ്? ഇപ്പോൾ പാടിയിൽ ഇപ്പോൾ നമ്മൾ പാടുന്ന സമയത്ത് അറിയാമല്ലോ, ദാസേട്ടൻ എന്ന് പറഞ്ഞ ബേസ് ശബ്ദത്തിൻ്റെ ആളല്ലേ. ഏത് ഭാഗത്തല്ല ബേസ് കൂടുതലായിട്ട് വരുന്നത്? എനിക്ക് തോന്നുന്നത് അനുപല്ലവിയിലും ചരണത്തിലും. അതേത് ഭാഗം പറയാൻ പറ്റുമോ? കണ്ണീർ പാടം നീന്തുമ്പോൾ വന്നീല നീ കൂടെ. ആ, വെരി ഗുഡ്. അതിൽ മന്ദിരാങ്കണ ഒരു പ്ലേസ്മെന്റ് അതേപോലെ അനുപല്ലവിയിലല്ലേ? നിന്റെ അനുപല്ലി ഒന്ന് പാടാം ജസ്റ്റ്. ചന്ദന സുഗന്ധികൾ
ജമന്തികൾ വിടർന്നുവോ അവിടെ മന്ദിര വിടർന്നുവോ മന്ദിരാ അവിടെ നിന്ന് ആ ബേസ് ടോണിലാണ് അവിടെ നമ്മൾ അങ്ങനെ പോയി ഇങ്ങനെ താഴേക്ക് വന്നിട്ടാണ് വരുന്നത് ആ ഭാഗം അല്ലേ? അതൊന്നും അവിടെ നിന്ന് പാടാൻ പറ്റുമോ? വിടർന്നുവോ മന്ദിര ആ കണക്ഷൻ കേട്ടോ, അല്ലാതെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ അക്ഷരങ്ങളൊക്കെ കുറച്ചുകൂടി ഇല്ലേ പാടി പാടി നന്നായിട്ട് ശരിയായി വന്നോളൂ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, ശബ്ദം നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇത് നമ്മൾ ഒറിജിനൽ ട്രാക്കിലല്ല പാടിയിട്ടുള്ളത് അല്ലേ? ശ്രുതി കുറച്ചുണ്ടല്ലേ? കുറച്ചുണ്ട്. ഒറിജിനലിൽ പാടാൻ പറ്റുള്ളൂ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഒരിറ്റ വരി. തമ്പൂരു കുളിർ ചൂടിയോ പഠിക്ക. തമ്പുരു കുളിർ ചൂടിയോ തളിരങ്കുലി തൊടുമ്പോൾ വെരി ഗുഡ്. അപ്പോൾ വോയിസ് തന്നെ കുറച്ച് ഇപ്പോൾ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ടൈമാണ്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വന്നോളും, ശബ്ദം നന്നായിട്ട് വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടിപൊളി. എൻ്റെ മാർക്ക് ശ്രീരാമനെ ഔട്ട് ഓഫ് 50 45. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ ശ്രീറാമിന് തരുന്നത് 46 മാർക്ക് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മാർക്ക് ഞാൻ 47 മാർക്ക് തരുന്നു ഔട്ട് ഓഫ് 50. ഓക്കെ, താങ്ക് യു. ഹായ്, ഞാൻ ശ്രീറാം. ഞാൻ പാട്ട് പാടി, ജഡ്ജസ് എല്ലാം നല്ല കമൻ്റാണ് പറഞ്ഞത്. ഇനി എനിക്ക് ആവശ്യമുള്ളത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും പാട്ട് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. Co-sponsors Ambadi Restaurant, Vinmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.